Hello everyone, welcome back to Xylem Learning. It's me Jamshad, you can call me JD. In this video we are going to learn complete details about letter writing. എഴുത്ത് ഒരു കത്ത് എഴുതിനെ പറ്റിയിട്ട് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റ് ആക്കാൻ പോവാണ്. യെസ്, ഇതുപോലത്തെ ധാരാളം വീഡിയോസ് നമ്മുടെ 7th CBSE എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലെറ്റർ റൈറ്റിംഗ് എന്നുള്ളത്. ഇതുപോലത്തെ ധാരാളം വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനൽ ഇടുന്നതായിരിക്കും. മാത്രമല്ല ലൈവ് ക്ലാസ്സുകളൊക്കെ വരാനിരിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇതുപോലത്തെ വീഡിയോ മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലെറ്റർ റൈറ്റിംഗിലേക്ക് കടക്കാം. വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഓക്കെ, സെറ്റ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് 7th CBSE എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ലെറ്റർ റൈറ്റിംഗ് ഉണ്ടായിരിക്കും. അത് എങ്ങനെ എഴുതണം, ഏത് രൂപത്തിൽ എഴുതണം, എങ്ങനെയാണ് ഇതിന്റെ ആൻസർ സെറ്റ് ആക്കേണ്ടത്, ഇതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, മാർക്കിംഗ് സ്കീം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ സെറ്റ് ആക്കാൻ പോകുന്നത്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നോക്കിയോ, റൈറ്റ് എ ലെറ്റർ ഇൻ അബൌട്ട് 100 to 120 വേർഡ്സ് ടു യുവർ ഫ്രണ്ട്. നിങ്ങളുടെ ഫ്രണ്ടിന് 100 മുതൽ 120 വേർഡ് വരെ ഇൻക്ലൂഡഡ് ആകുന്ന ഒരു ലെറ്റർ ഇതാണ്. എന്താ പരിപാടി? ഇൻവൈറ്റിംഗ് ഹിം or her to your brother's birthday celebration. നിങ്ങളുടെ ബ്രദറിന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനെ ക്ഷണിക്കുകയാണ്, ഇൻവൈറ്റ് ചെയ്യണം. അതിനെ അങ്ങനെ ഒരു ലെറ്റർ എഴുതുക. മെൻഷൻ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഇവന്റ്. ആ പരിപാടിയിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയുള്ളത്? കേക്ക് മുറിക്കൽ സ്വാഭാവികം അല്ലേ, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെ ഒരു കത്ത് എഴുതുകയാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇതാണ് അതിന്റെ ഒരു പക്ക ഫ്രെയിം. ഈ ഫ്രെയിമിലേക്ക് സാധനം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. സെൻഡേഴ്സ് അഡ്രസ്, നിങ്ങളുടെ അഡ്രസ്സ് മാത്രം മതിയെ. അതായത് റിയൽ അഡ്രസ് അല്ല, ABC ഹൗസ് അങ്ങനെ എഴുതി കൊടുത്താൽ മതി. അങ്ങനെ ഏതെങ്കിലും ഒരു അഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അഡ്രസ്സിന്റെ കൂടെ നെയിം എഴുതണോ? നോ, ഇറ്റ്സ് ഇൻഫോർമൽ ലെറ്റർ ആണ് ഗൈസ്. ഇൻഫോർമൽ ലെറ്റർ ആവുന്ന സമയത്ത് പേര് എവിടെ എഴുതുക? അവസാനം എഴുതിയാൽ മതി. ഫോർമൽ ആവുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക. ഇത് ഇൻഫോർമൽ ആണ്. യെസ്, ഡേറ്റ് എഴുതി കൊടുക്കുക. ഇന്നത്തെ ഡേറ്റ് എഴുതുക. ഡിയർ ഫ്രണ്ട്, അല്ലെങ്കിൽ ഡിയർ എന്താണ് ബാബു, അല്ലെങ്കിൽ എന്താണ് സുഹേൽ, അല്ലെങ്കിൽ ഡിയർ ഫാത്തിമ, ഡിയർ തങ്കമണി, എന്താണെങ്കിലും എഴുതി കൊടുക്കുക. ഐ ഹോപ്പ് യു ആർ ഫൈൻ, നിനക്ക് സുഖം എന്ന് കരുതുന്നു, ഒരു വിശേഷണം അന്വേഷിക്കുന്നു. എന്നിട്ട് എന്താ പരിപാടി എന്നുള്ളത് എഴുതി കൊടുക്കുക. എന്റെ ബ്രദറിന്റെ ബർത്ത്ഡേ പരിപാടിയാണ്, നിർബന്ധമായിട്ടും വരണം, ഇൻവൈറ്റ് ആണുമ്പോൾ. അതുപോലെ തന്നെ നിന്റെ പാരന്റ്സിനോടൊക്കെ എന്റെ അന്വേഷണം അറിയിക്കണേ. കൺവൈ മൈ റിഗാർഡ്സ് ടു യുവർ പാരന്റ്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. യുവേഴ്സ് ലവിംഗ്ലി. ക്ലോസിംഗ് ലൈനും കഴിഞ്ഞാൽ പിന്നെ പേര് എഴുതിയിട്ട് ബോക്സ് വരച്ചാൽ you guys are going to get the 5 marks. ഇതിന്റെ മാർക്കിംഗ് സ്കീം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. നോക്കിക്കോ, ഫോർമാറ്റിന് 1 മാർക്ക്, അതായത് സെന്റേഴ്സ് അഡ്രസ് ഉണ്ടോ, ഡേറ്റ് ഒക്കെ ഉണ്ടോ, സാലുട്ടേഷനും ക്ലോസിംഗും സിഗ്നേച്ചർ ഒക്കെ ഉണ്ടോ, ടീച്ചർ 1 മാർക്ക് അങ്ങോട്ട് ഇട്ട് തരും. പിന്നെ കോണ്ടന്റ്, അതായത് നമുക്ക് റെലവെന്റ് ഐഡിയാസും മെസ്സേജ് ഒക്കെ കറക്റ്റ് കൊടുക്കുന്നുണ്ട്, ഇൻവൈറ്റ് ചെയ്യുന്ന സാധനങ്ങൾ സെറ്റ് ആണെങ്കിൽ 2 മാർക്ക്. അങ്ങനെ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ, അതായത് ഗ്രാമർ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സാധനങ്ങളൊന്നും ഇല്ല, നീറ്റ്നെസ് ഉണ്ട്, വൃത്തിയിലാണ് എഴുതിയത്, ഒരു ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, 2 മാർക്ക്. സോ ടോട്ടലി 5 മാർക്സ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ റെഡിയാണോ എന്നാ. ഇതാ ഒരു സപ്പോസ് ആൻസർ നോക്കിക്കോ. ബോക്സ് വരയ്ക്കുന്നു, ബോക്സ് സെറ്റ് ആക്കുന്നു, പ്ലസ് അഡ്രസ് കൊടുക്കുന്നു, ഡേറ്റ് കൊടുക്കുന്നു, ഡിയർ സുഗു പേര് കൊടുക്കുന്നു. ഡിയർ സുഗു, എന്റെ ഫ്രണ്ട് സുഖമാണ്. ഓക്കെ, ഹൗ ആർ യു, നിനക്ക് സുഖമാണ്. ഐ ഹോപ്പ് യുവർ ഫാമിലി ആർ ഡൂയിങ് വെൽ, എന്റെ ഫാമിലിക്കും നിനക്ക് സുഖമെന്ന് കരുതുന്നു. ഐ എം റൈറ്റിംഗ് ടു ഇൻവൈറ്റ് യു ടു മൈ ബ്രദേഴ്സ് ബർത്ത്ഡേ സെലിബ്രേഷൻ. ടേക്ക് മാർക്കടാ, എന്റെ ബ്രദറിന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ ഇങ്ങനെ ക്ഷണിക്കുകയാണ്. ദ പാർട്ടി വിൽ ബി ഹെൽഡ് അറ്റ് മൈ ഹൗസ്. എന്നാണ് പരിപാടി? 12th മാർച്ചിനാണ്, 6 മണിക്കാണ്. വി ഹാവ് പ്ലാൻ സം ഗെയിം. നമ്മൾ ഗെയിം ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവന്റ് കൊടുത്താൽ ക്വസ്റ്റ്യൻ ഇതാ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. എന്തൊക്കെയാണ് ഡീറ്റെയിൽ ഓഫ് ദി ഇവന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡീറ്റെയിൽ ഓഫ് ഇവന്റ് മെൻഷൻ ചെയ്യാൻ തന്നെ വേണം അല്ലേ. അതുപോലെ തന്നെ സ്മോൾ കേക്ക് കട്ടിംഗ് സെറിമണി, സ്വാഭാവികം അല്ലേ, ഒരു ബർത്ത്ഡേ ആകുമ്പോൾ കേക്ക് കട്ടിംഗ് ഉണ്ടാവില്ലേ, അതുണ്ട്. ആൻഡ് മെനി ഓഫ് മൈ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് വിൽ ഓൾസോ കം. നീ മാത്രമല്ല, നിന്നെ പോലെയുള്ള ബെസ്റ്റ് കുറെ ഫ്രണ്ട്സുകൾ ഉണ്ട്, അതവർക്ക് വരും, റിലേറ്റീവ്സ് വരും. ഇറ്റ്സ് വിൽ ബി എ ജോയ്ഫുൾ ഈവനിങ്. അതൊരു കിടിലം പരിപാടി ആയിരിക്കും, ഭയങ്കര എൻജോയ് പരിപാടി ആയിരിക്കും. ഐ വുഡ് ബി വെരി ഹാപ്പി ഇഫ് യു കുഡ് ജോയിൻ അസ് ആൻഡ് സെലിബ്രേറ്റ് ദി സ്പെഷ്യൽ ഡേ വിത്ത് അസ്. നീയും കൂടി ഈ പരിപാടിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷവാനായിരിക്കും. പ്ലീസ് കം ഏർലി, നേരത്തെ വരണേടാ, സോ ദാറ്റ് വി ക്യാൻ സ്പെൻഡ് മോർ ടൈം ടുഗദർ. നമുക്ക് ഒരുമിച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം. കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ പാരന്റ്സ്. നിന്റെ പാരന്റ്സിനോട് എന്റെ ആശംസകൾ അറിയിക്കുക, എന്റെ അന്വേഷണം അറിയിക്കുക. യുവേഴ്സ് ലവിംഗ്ലി ജംഷദ്. ഓക്കെ, ഏതായാലും അത് സെറ്റായി കൊടുക്കുക. ഒരു ബോക്സ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു 5 മാർക്ക്. ഇതുപോലത്തെ ധാരാളം വീഡിയോസ് നമ്മൾ ലൈവ് ഇതിൽ ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് ഏത് വീഡിയോ വേണ്ടതെന്ന് നിങ്ങളുടെ അഭിപ്രായം തേടുകയാണ്. ജസ്റ്റ് കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ 7th CBSE ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും മറന്നു പോരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ, ലവ് യു ഓൾ.